പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. വേറെ ഒന്നുമല്ല, മുമ്പേ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്കാരെയും പേടിയില്ല. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ സംസാരിച്ചതിന് ഇടയ്ക്ക് നിങ്ങൾ വിഷയം ഉണ്ടാക്കില്ല, അത് മറുപടി തരണം. നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയ ഭയമാണ്, ഇവിടുത്തെ മുസ്ലിം ലീഗിനെ ഭയമാണ്, ഇവിടുത്തെ SDPI ഭയമാണ്. അതിനൊരു ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ വലിയ മതേതരത്വമൊക്കെ വിളമ്പുന്ന ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ മാസം മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് ശ്രീമാൻ KM ഷാജി ഒരു പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവനയിൽ പറയുന്നത് എന്തറിയോ? മതമല്ല പ്രശ്നം എന്ന് പറയുന്നവരോട് ഞങ്ങൾ പറയുകയാണ്. ആരാ പറയുന്നത്? KM ഷാജി പറയാണ്. KM ഷാജി, മുസ്ലിം ലീഗിന്റെ നേതാവായ KM ഷാജി പറയുകയാണ്, മതമാണ് പ്രശ്നം, ഞങ്ങൾക്ക് മതം തന്നെയാണ് പ്രശ്നമെന്ന് ശ്രീമാൻ KM ഷാജി പറഞ്ഞിട്ട് മതേതരം വാരി വിളമ്പുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല KM ഷാജി തിരുത്തണമെന്നൊരു പ്രസ്താവന പറഞ്ഞു. ഇവിടുത്തെ VD സതീശൻ KM ഷാജി തിരുത്തണമെന്നൊരു പ്രസ്താവന പറഞ്ഞോ? പറയാൻ നിങ്ങൾക്ക് ഭയമാണെന്ന് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. താങ്കൾ മറുപടി പറയണം. ഓക്കെ. നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ ശക്തികളുമായിട്ടുള്ള UDFന്റെ ബാന്ധവം, അതാണ് അദ്ദേഹം പരാമർശിച്ചത്. ശബ്ദം പോരാൻ തോന്നുന്നു. എല്ലാ ശബ്ദം ഓക്കെയാണ്. ഒരു കുഴപ്പം. അദ്ദേഹം മറുപടി പറഞ്ഞ ശേഷം ആ സുഹൃത്ത് സംസാരിച്ചതിന് മുമ്പ് പ്രഭാത് എന്ന് പറയുന്ന എൻ്റെ ഒരു പഴയ സുഹൃത്ത് ഇവിടെ പറയട്ടെ, ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിനൂടെ മറുപടി പറഞ്ഞിട്ട് ഇതിനൂടെ മറുപടി പറയാം. ഇത് രണ്ടും പറയുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഹരിപ്പാടിനൊരു രാഷ്ട്രീയ സംസ്കാരവും ഒരു പാരമ്പര്യവുമുണ്ട്. മുൻപ് രാഷ്ട്രീയ സംഘർഷങ്ങൾ പതിവായി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഹരിപ്പാട്. പക്ഷേ ഈ സമീപകാലത്ത് പ്രത്യേകിച്ച് ഇടതുപക്ഷവും UDFും തമ്മിലായിരുന്നു, കോൺഗ്രസും തമ്മിലായിരുന്നു പല സമയങ്ങളും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ സമീപകാലത്ത് എത്ര വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾ പല സ്ഥലങ്ങളുണ്ടെങ്കിലും ഹരിപ്പാട് ഒരു ശാന്തമായ അന്തരീക്ഷത്തിലൂടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഒരു സൗഹാർദ്ദപരമായ സമീപനത്തിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അതിന് ഒരു വിഘാതം സൃഷ്ടിക്കുവാൻ ഇവിടുത്തെ ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്നുള്ളത് വളരെയധികം ഖേദകരമായ കാര്യമാണ്. അത് നമുക്ക് നാളെ ആയാലും തെരഞ്ഞെടുപ്പ് നാളെ കഴിയും, പിന്നീട് കാണേണ്ടവരുമാണ് പരസ്പരം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആദ്യം പ്രഭാത് ചോദിച്ചതിന് മറുപടി പറയാം. പ്രഭാത് ചോദിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പതിറ്റാണ്ടുകളായി രാജ്യം ഭരിച്ചു, എന്ത് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തു എന്നൊരു ചോദ്യം ചോദിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്ത ഒട്ടേറെ പദ്ധതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധിയുടെ പേരിൽ ഈ രാജ്യത്ത് ആരംഭിച്ച ലോകത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല, നിയമമായ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഈ ഗവൺമെൻറ് നരേന്ദ്രമോദി സർക്കാർ അതിൻ്റെ പേര് മാറ്റി മറ്റൊരു പേരിൽ ഈ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ട ദീപു, വികസിത് ഭാരത് എന്ന പേരിൽ പുതിയ പേര്. കോൺഗ്രസ് ഈ രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇന്ന് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ. അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ പണം ലഭിക്കുന്ന, അവർക്ക് തൊഴിൽ നൽകുന്ന ഈ പദ്ധതി നടപ്പിലാക്കിയത് മൻമോഹൻ സിംഗ് ആണ്. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. ആ പേര് മാറ്റി വികസിത് ഭാരതാക്കി. അതോടൊപ്പം തന്നെ ഇന്ദിരാ ആവാസ് യോജന ഭവന പദ്ധതി, ഇന്ദിരാ ആവാസ് യോജനയുടെ പേര് മാറ്റി മറ്റൊരു പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കി. നിർമ്മൽ പദ്ധതി കോൺഗ്രസ് നടപ്പിലാക്കിയത് ഈ രാജ്യത്ത്, അതിന്റെ പേര് മാറ്റി സ്വച്ഛ് ഭാരത് എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കി. നെഹ്റു യുവകേന്ദ്ര അതിന്റെ പേര് മാറ്റി മറ്റൊരു പേരിലേക്ക് നടപ്പിലാക്കി. അതോടൊപ്പം തന്നെ വിവരാവകാശ നിയമം ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ഈ രാജ്യത്ത് ഏറ്റവും വലിയ കരുത്തു പകർന്ന നിയമമാണ് വിവരാവകാശ നിയമം. ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് കോൺഗ്രസ് ആണ്. ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കിയത് കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസ് നടപ്പിലാക്കിയ പദ്ധതികളുടെ പേര് മാറ്റിയതല്ലാതെ ഏതെങ്കിലും ഒരു ജനകീയ പദ്ധതി BJP ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ടോ? പിന്നെ സഹോദരൻ ചോദിച്ചതിന് കൂടി മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം ഒരു പരാമർശം പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മതേതര പ്രസ്ഥാനമാണ്. ഇന്ത്യ രാജ്യത്തിനൊരു ചരിത്രമുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന മനുഷ്യന്റെ ജാതിയോ മതമോ നോക്കിയല്ല
ഇന്ത്യക്കാരനാണെന്നുള്ള പൊതുവികാരത്താണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ജാതിക്കോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ നായരെന്നോ ഈഴവനെന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒന്നായി കാണുന്ന ഏക പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇവിടെ BJP ജനങ്ങളെ ജാതിയുടെ പേരിൽ വേർതിരിക്കാൻ ശ്രമിക്കുന്നു, മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ ശ്രമിക്കുന്നു, ഈ രാജ്യത്തെ അവരുടെ അവകാശങ്ങളെ നിഷേധിക്കാൻ ശ്രമിക്കുന്നു, ആരാധനാലയങ്ങൾ തച്ചു തകർക്കുന്നു. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയില്ല. മറുപടിയില്ലെന്നേ, മറുപടിയില്ല. മറുപടി അടുത്ത ചോദ്യം. നിങ്ങളോട് ചോദിച്ചത് മറുപടി ഇല്ല അദ്ദേഹത്തിന്. ജമാഅത്തെ ഇസ്ലാമിയെ ഒരു മിനിറ്റ്, ഇതേ ഒന്ന് പ്രസ്താവന ശ്രീമാൻ രമേശ് ചെന്നിത്തല തിരുത്തിയോ ഇല്ലയോ എന്നാണ് ചോദ്യം. മറുപടിയില്ല.